ഇനി ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലെ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. മത്സരങ്ങൾ നടന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ മണ്ഡലം. ആലപ്പുഴ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ 80.25 ആയിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉയർന്ന ഒരു പോളിംഗ് ആണ് പൊതുവെ ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 76% പോളിംഗാണ് ആലപ്പുഴ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ ഇനി ഇതിലും കൂടാൻ സാധ്യതയുണ്ട്. അനൗദ്യോഗികമായിട്ട് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഔദ്യോഗിക കണക്കുകൾ വരുന്ന മണിക്കൂറുകളിലൂടെ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. എന്തായാലും ശക്തമായ മത്സരം നടന്ന ഈ മണ്ഡലത്തിൽ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും LDF അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെന്ന് പറയുമ്പോൾ ആ മേഖലകളിലൊക്കെ തന്നെ, അതായത് LDF കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിലൊക്കെ രാവിലെ മുതൽ തന്നെ ശക്തമായ ഒരു പോളിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ UDF കാര്യമായിട്ടുള്ള ഒരു മേൽക്കൈ രാവിലെ നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ശക്തമായ വെയിൽ നിൽക്കുന്നതുകൊണ്ടാവാം ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആളുകൾ, സ്ത്രീകളടക്കമുള്ളവർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. മാവേലിക്കര മണ്ഡലം പരിശോധിച്ച് കഴിഞ്ഞാൽ 67% പോളിംഗാണ് നടന്നിരിക്കുന്നത്. കുട്ടനാടക്കമുള്ള പ്രദേശങ്ങളിൽ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നു. അത് വളരെയധികം ഗുണം ചെയ്യുക LDF സ്ഥാനാർത്ഥിക്കായിരിക്കും. ചങ്ങനാശ്ശേരി, അതോടൊപ്പം തന്നെ മാവേലിക്കര, ചെങ്ങന്നൂരടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഇരു മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിൽ ആര് ജയിക്കും ആര് പരാജയപ്പെടും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഓരോ കേന്ദ്രങ്ങൾ നടത്തുന്നത് ഷാജഹാനാണ് വിവരങ്ങൾ നൽകി.